എവിടെ എല്ലാവരും? ഇവിടെ ശ്രുതിയാണ് കേട്ടോ. ഈ വർഷത്തെ നമ്മളുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ കുറച്ച് വീഡിയോസ് നിങ്ങളെ കാണിക്കാനും അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും പേടിച്ചു പോയ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും ഒക്കെയാണ് ഈ വീഡിയോ. ലേറ്റായി പോയി എന്ന് എനിക്കറിയാം. എനിക്ക് നല്ല കോൾഡായിരുന്നു, ഇപ്പോഴും ആണ്. അതാണ് വീഡിയോസ് ഇടാൻ കുറച്ച് ലേറ്റായത്. എന്തായാലും വിശേഷം പറയാം. 31 വൈകുന്നേരം നമ്മളുടെ ഒരു ഫ്രണ്ട് സിന്ധുവും രഘുവും അവർ ഫാമിലിയായിട്ട് നമ്മളുടെ വീട്ടിൽ വന്നു. വൈകുന്നേരം അവരുടെ മക്കളും എൻ്റെ മക്കളും എല്ലാം കൂടി ഒന്നിച്ചിരുന്ന് അവരുടെ വർത്തമാനവും സ്നാക്കിങ്ങും ഒക്കെയാണ്. നമ്മളും കുറേ നേരം ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് കുറേ സ്നാക്സൊക്കെ കഴിച്ചിരുന്നു. പിന്നെ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടോ, ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ്. ക്രീം ബ്രൂളി എന്ന് പറഞ്ഞിട്ടൊരു ഡെസേർട്ട് ഉണ്ട്. ആ ഡെസേർട്ടിൻ്റെ ഫ്ലേവറിലുള്ള ഡ്രിങ്കാണെന്ന് കണ്ടാണ് വാങ്ങിച്ചത്. എനിക്ക് ക്രീം ബ്രൂളി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ഡ്രിങ്ക് വന്നിട്ട് അതേപോലെ തന്നെയായിരുന്നു, ഒരു പായസം കുടിച്ച ഫീലായിരുന്നു. ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ഫ്ലേവറും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. മധുരമാണെന്ന് പറഞ്ഞതുകൊണ്ട് അപ്പവും രഘുവും അത് ട്രൈ ചെയ്തില്ല. അവരുടെ ഡ്രിങ്ക്സും സംസാരമൊക്കെ ആയിട്ടിരുന്നു. ഞാനും സിന്ധുവും മാത്രം ട്രൈ ചെയ്തു. ഒരു വൺ ടൈം ഇതുപോലെയൊക്കെയുള്ള ഒക്കേഷനിൽ എടുക്കാൻ കൊള്ളാം, കുഴപ്പമില്ല. പിന്നെ ഞങ്ങളിതാ ഡിന്നർ കഴിച്ചു. ഞാൻ ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, കുറച്ച് ലീവ്സ്, പൊട്ടറ്റോ മാഷ് ചെയ്തു. പിന്നെ മഷ്റൂം വെച്ചിട്ട് ഞാനൊരു ക്രീമി സോസ് ഉണ്ടാക്കി. അങ്ങനെ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഡിന്നർ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെയുള്ള അടുത്തുള്ള നമ്മളുടെ കുറച്ച് ഫ്രണ്ട്സ് മലയാളീസ് അവരും കൂടി വീട്ടിലോട്ട് വന്നു. അങ്ങനെ ഒരു 11 മണി 11:30 ആയപ്പോഴേക്കും നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ വാങ്ങിച്ച് ക്രാക്കേഴ്സ് എല്ലാം നമ്മുടെ വീടിൻ്റെ മുറ്റത്തിട്ട് എല്ലാവരും പൊട്ടിക്കുകയാണ്. കുട്ടികൾക്ക് ആദ്യമേ അവരുടെ കമ്പിത്തിരിയൊക്കെ കൊടുത്ത് അവരെ ഹാപ്പിയാക്കി മാറ്റി നിർത്തി. ഇത് അഡൽട്ട്സ് മാത്രമാണ് ചെയ്തത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നെതർലൻഡ്സിൽ അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സെലിബ്രേഷനിലൊന്നാണ് ഈ ന്യൂ ഇയർ ഈവ് എന്ന് പറയുന്നത്. എല്ലാ വീട്ടുകാരും മത്സരിച്ച് ക്രാക്കേഴ്സൊക്കെ വാങ്ങിച്ച് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്കറിയില്ല, പണ്ട് ഞാൻ നാട്ടിൽ നിൽക്കുമ്പോൾ ഒന്നും ഇത്രയും നമ്മൾ വീടുകളിൽ ഇത്രയും ചെയ്യാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉണ്ടോ ആവോ അറിയില്ല. അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു മോള് ഒരു പണി ഒപ്പിച്ചത്. അവളുടെ കയ്യിൽ അവൾ ഒരു ക്രാക്കർ എടുത്ത് വെച്ച് പൊട്ടിച്ചു. ചെറുതായിരുന്നു, എന്നാലും 5 വിരലും പൊള്ളി. നമ്മളെല്ലാവരും ഒരുപാട് പേടിച്ചു പോയി. ദൈവം അനുഗ്രഹിച്ച് അതൊരു ഫസ്റ്റ് ഡിഗ്രി ബേണായിരുന്നു. രാത്രി 1 മണിക്ക് നമ്മൾ എമർജൻസിയിലൊക്കെ കൊണ്ടുപോയി. അവർ പറഞ്ഞു ഓക്കെയാണ്, കുഴപ്പമില്ല എന്ന്. പക്ഷേ കുഞ്ഞും പേടിച്ചു, നമ്മൾ ഒരുപാട് പേടിച്ചു. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞാൻ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു. ഈ ഒരു വർഷത്തെ ഓരോ കാര്യങ്ങളും ദൈവത്തിന് സമർപ്പിച്ച് എല്ലാ ഗ്രാറ്റിറ്റ്യൂഡോടും കൂടി പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.